ഹായ് ഹലോ. അപ്പോൾ കൊച്ചിയിലെ ബാലി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന യാത്രക്കിടയിൽ എടുത്തൊരു വീഡിയോ ആണത്. സോ നമുക്ക് കാഴ്ചകളിലോട്ട് കിടക്കാം. കാഴ്ചകളിൽ തുടക്കമാണത്. ആക്ച്വലി കുറേ മീൻ കുഞ്ഞുങ്ങൾ, കുറേ സ്റ്റാച്യൂസ്, അങ്ങനെ നല്ല അടിപൊളി വ്യൂസ് ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു കാം മൈൻഡ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് കണ്ടോ, കുറേ മീൻ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ കാണുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ ഹായ് അല്ലെങ്കിൽ വാവ് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ കുറേ പക്ഷികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ മീനുകളായിരുന്നു മെയിനായിട്ടും അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റാച്യൂസ്, അതുപോലെ തന്നെ കണ്ട ആ കിടക്കുന്ന ഊഞ്ഞാൽ, അതായത് നമുക്ക് ഫോട്ടോസ് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ, നല്ലൊരു ലൊക്കേഷൻ പോലെ. അതുപോലെ ആർട്ടിഫിഷ്യൽ മിസ്റ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആയാലും നല്ല നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നറിയാത്തൊരു ഹാപ്പിനെസ്സാണ്. മൊത്തം പച്ചപ്പ്, ലൈറ്റ്സ്, ഒരു നാച്ചുറാലിറ്റി ഫീലിംഗ് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ തോന്നിയ ഒരു കാര്യം. പിന്നെ അങ്ങോട്ട് പക്ഷികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറുതായിട്ട് വെള്ളച്ചാട്ടം ചെറുതായിട്ട് മുകളിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു വ്യൂ അവിടെ ഉണ്ടായിരുന്നു. അതും ഒരു പ്രത്യേക തരം ഫീലിങ്സാണ് തന്നുകൊണ്ടിരുന്നത്. ഏതായാലും നല്ലൊരു സെറ്റിങ്സ് ആയിരുന്നു, അതുപോലെ തന്നെ നല്ല വ്യൂസ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. അതുപോലെ ആനിമൽസിൻ്റെ സ്റ്റാച്ചു ആയാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ ഇപ്പം നടന്നു പോകുന്ന വഴി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായാലും ഇപ്പം നേരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് നടന്നു പോകുന്ന വഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു സെറ്റിങ്സ് ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞത് മനസ്സിലാക്കാൻ പറ്റും, ഇതുപോലെ. പിന്നെ നമുക്ക് ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും ഫുഡ്സോ അല്ലെങ്കിൽ ടീയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കണമെങ്കിൽ തന്നെ അത് നമുക്ക് അവിടെ തന്നെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്ലേസസും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് അക്വേറിയത്തിലോട്ടാണ് പോയത്. അവിടെ ഒരുപാട് തരം ഫിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊന്നും ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ ഇത് നമ്മുടെ അടുത്ത് വന്നപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചെയ്തു. അപ്പോൾ ആക്ച്വലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് അത്രയും മിസ്സായി പോയേനെ. പലതരത്തിലുള്ള ഫിഷസിനെയൊക്കെ അവിടെ കണ്ടിരുന്നു. പിന്നെ ഒരുപാട് ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു. നമുക്ക് കാണുമ്പോഴത്തേനും ഒരു വാവ് അല്ലെങ്കിൽ അടിപൊളി കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണല്ലോ എന്ന് തോന്നുന്ന ഒരു പ്ലേസാണ്. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പോകണം. അവരുടെ വ്യൂസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇങ്ങനെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അക്വേറിയം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം ഫെസ്റ്റിൻ്റെ ഒരു സെക്ഷനും കൂടെ ഉണ്ടായിരുന്നു ഇതിനകത്ത്. അവിടെ പലതരം ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ അച്ചാറുകൾ, പലതരം സ്റ്റോളുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു അവിടെ. ഞങ്ങൾ പിന്നെ അതൊക്കെ കണ്ട് ആസ്വദിച്ചു. പിന്നെ ഫോട്ടോ എടുത്തു. കുറേ ലൊക്കേഷൻസ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറി പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എടുത്തു. ഫോട്ടോസൊക്കെ തന്നെ നല്ല വിഷ്വൽ ഇഫക്ട്സിൽ തന്നെ കിട്ടി. അതുപോലെ ഇന്നത്തെ ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു. മനസ്സ് കാമായിരുന്നു, അതുപോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.